ഈ അടുത്ത കാലത്തായിട്ട് ടെക്നോളജിയിൽ അതിവിപുലമായിട്ടുള്ള വളർച്ച, അതിഭയങ്കരമായിട്ടുള്ള വളർച്ച സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ലോകത്തെ തന്നെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേബി ജന്മമെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത എത്ര പേര് കേട്ടിട്ടുണ്ട്? അതെ, അത് സംഭവിച്ചിരിക്കുന്നു. ലോകത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ജനിച്ചിട്ടുള്ള ആദ്യത്തെ കുഞ്ഞ് മെക്സിക്കോയിൽ മാർച്ച് മാസം ജനിച്ച് ആ കുഞ്ഞ് സുഖമായി ജീവിക്കുന്നു എന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. ആ വാർത്തയിലേക്കാണ് നമ്മൾ നോക്കുന്നത്, അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ വിദൂര ഭാവിയിലേക്ക്. അത് എന്തൊക്കെ ഇനി മനുഷ്യ ജന്മത്തിന് മേൽ, അല്ലെങ്കിൽ ഈ കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ പ്രക്രിയയ്ക്ക് മേൽ, അല്ലെങ്കിൽ ഒരു ഭ്രൂണം ഉണ്ടാകുന്ന പ്രക്രിയയ്ക്ക് മേൽ എന്തൊക്കെ സ്വാധീനം ഈ ചെലുത്തും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അത്തരം വിഷയങ്ങൾ നിങ്ങളിലേക്ക് ആദ്യം എത്തണം എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. നമുക്കറിയാം, IVF എന്ന് പറയുന്ന, നമ്മൾ ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറയുന്ന ആ കുഞ്ഞ് ജനിച്ചിട്ട് ലൂയിസ് ബ്രൗൺ ജനിച്ചിട്ട് ഏകദേശം 46 വർഷമായിരിക്കണം. 1978 അവർ ജനിക്കുന്നത്. അന്ന് അതൊരു അത്ഭുതമായിരുന്നു. ഒരു ലോകത്തെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ബേബി ജനിച്ചിരിക്കുന്ന ആളുകളെല്ലാം ഞെട്ടി. കുഞ്ഞില്ലാത്ത ആളുകൾക്കൊക്കെ കുഞ്ഞ് കിട്ടും എന്ന് പറയുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു. അതല്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയായിട്ടുള്ള കുഞ്ഞിനെ മനുഷ്യൻ നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നു, അതിൻ്റെ ആപത്ത് മനുഷ്യകുലം അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു. എന്ത് തന്നെയായിരുന്നാലും IVF നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്വാധീനം ചെറുതല്ലേ. ഇന്ന് ഏകദേശം 1 കോടിയിലധികം ആളുകൾ ഈ IVF മൂലം ജനിച്ച ആളുകളായിട്ട് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ നമുക്കത് എത്രത്തോളം സന്തോഷമാണ്. പല ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്, പല സ്ത്രീകളെയും അല്ലെങ്കിൽ പല പുരുഷന്മാരെയും, അവർക്ക് കുഞ്ഞുണ്ടാവാൻ സാധ്യതയില്ല എന്നറിയുമ്പോൾ അവർ എത്രത്തോളം തകർന്നു പോയിട്ടുള്ള സാഹചര്യം. മുമ്പൊക്കെ നമുക്ക് ദൈവം തരുന്നതാണ്, ദൈവം അസുഖങ്ങൾ തരുന്നു അല്ലെങ്കിൽ മരണപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ദൈവം തന്നതാണ്, അല്ലെങ്കിൽ കുഞ്ഞില്ല എന്ന് പറയുമ്പോൾ ദൈവം തന്ന ശിക്ഷയാണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും വേദനിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ചുറ്റും തന്നെ നമ്മൾ പല കഥകളിലും സിനിമകളിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത്തരം കാഴ്ചകൾ കാണുന്നില്ല അല്ലേ. ആ സങ്കടങ്ങളൊക്കെ ഒരു പരിധിവരെയെങ്കിലും മാറ്റപ്പെട്ടിരിക്കുന്നു ഈ IVF വന്നതോടുകൂടി. അപ്പോൾ ആർക്കും അമ്മയാവാം, അല്ലെങ്കിൽ മച്ചി എന്നൊക്കെ വിളിച്ച്, അല്ലെങ്കിൽ ഷണ്ടർ എന്നൊക്കെ വിളിച്ച് കളിയാക്കിയ, അല്ലെങ്കിൽ കുത്തി നോവിച്ചുകൊണ്ടിരുന്ന ആ സമൂഹത്തിന് ഇപ്പോൾ അതിന് സാധിക്കുന്നില്ല. അവർക്ക് മറ്റൊരു വഴി കിട്ടിയിരിക്കുന്നു, IVF അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്ന ഈ സംഗതിയുടെ വരവോടുകൂടി. അപ്പോൾ അത്രയും കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റും ജീവിക്കുന്നു. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് വിജയിക്കാനുള്ള റേഷ്യോ എന്ന് പറയുന്നത് 35% ഈ IVF കുത്തിവെച്ച് കഴിഞ്ഞാൽ, ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞ് ജനിക്കാനുള്ള സാധ്യത. അതായത് 3 പേർക്ക് IVF ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് കുഞ്ഞുണ്ടാവാനുള്ള സാധ്യതയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കുറവായിട്ട് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഈ 2 പേര്, കുഞ്ഞുണ്ടാവാത്ത 2 പേര് വീണ്ടും ശ്രമിക്കുമ്പോൾ, അതായത് 3 തവണ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്കും കുഞ്ഞുണ്ടാകും എന്നുള്ള റേഷ്യോ കൂടെ നമ്മൾ മുന്നിലുണ്ട്. അപ്പോൾ അപൂർവമായിട്ടേ അത് സാധ്യത ഇല്ലാത്ത ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും പൈസ വലിയ ചിലവാണെങ്കിൽ തന്നെയും ഒരു കുഞ്ഞെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ തലമുറയുടെ മുന്നോട്ട് പോക്ക് എന്നൊക്കെ പറയുമ്പോഴത് അതിന് നമ്മുടെ സ്വത്ത് മുഴുവൻ വിറ്റിട്ടായാലും ഒരു കുഞ്ഞുണ്ടാവണം എന്നുള്ള വിചാരിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടെ ഇതിലേക്ക് ഉൾപ്പെട്ട് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ന്യൂസ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്തിട്ടുള്ളത് ഈ IVF മേഖലയിൽ ചെയ്തിട്ടുള്ളത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ശരിക്കും ഒരു കുഞ്ഞിനെ നിർമ്മിച്ച് കൊണ്ടു തന്നു എന്നുള്ളതല്ല. ശരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അതിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ IVF മേഖലയിൽ ഈ പെർസെൻറ്റേജ്, ഈ 35% എന്നുള്ളത് ഉയർത്താൻ വേണ്ടിയിട്ട് മെക്സിക്കോയിൽ തന്നെയുള്ള ഒരു സ്റ്റാർട്ടപ്പ് അതിൻ്റെ റേഷ്യോ കൂട്ടിയെടുക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് വേണ്ട അതായത് നമ്മൾ സ്പേം എങ്ങനെ ഈ എഗ്ഗിലേക്ക് ചെലുത്താം എന്നുള്ളതിനെക്കുറിച്ചും
അല്ലെങ്കിൽ ആ സ്പേം എങ്ങനെ കണ്ടെത്താം, നല്ല സ്പേം എങ്ങനെ കണ്ടെത്താം, ഏത് സ്പേം കടത്തിയാലാണ് കുഞ്ഞുണ്ടാവാനുള്ള സാധ്യത കൂടുതൽ എന്ന് തിരിച്ചറിഞ്ഞ് ആ സ്പേം എടുത്ത് ഒരു 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 റോബോട്ടിക് ആം തന്നെ അതിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ ഡോക്ടർമാരാണ് ചെയ്യുക. നമുക്ക് ട്രീറ്റ്മെൻറ്റിന് പോയ ആൾക്കാർക്കോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർക്കോ അറിയാം. ഈ IVF എന്ന് പറയുന്നത് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. അത് ചെയ്യുന്നത് ഡോക്ടർമാർ തന്നെയാണ്, മാനുവലി തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ മാനുവലി ചെയ്യുമ്പോൾ ഈ ഹ്യൂമൻ ചെയ്യുമ്പോൾ ഹ്യൂമൻ എറർ തീർച്ചയായും ഉണ്ടാകുമെന്ന് വലിയ വലിയ ആളുകൾ പറയാറുണ്ട്. അപ്പോൾ ഹ്യൂമൻ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പരിമിതികളുണ്ട് അല്ലേ. നമുക്ക് ഏത് സ്പേമാണ് അതിൽ സാധ്യതയുള്ളതെന്നും നമുക്ക് തിരിച്ചറിയാനൊന്നും പറ്റില്ല. പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള സ്പേം കണ്ടെത്തുകയും അത് എഗ്ഗിലേക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആം ഉപയോഗിച്ചിട്ട്, ഒരു റോബോട്ടിക് ആം ഉപയോഗിച്ചിട്ട്, മനുഷ്യരല്ല അത് റോബോട്ടിക് ആം, റോബോട്ടിൻ്റെ കൈകൾ കൊണ്ട് തന്നെ അതിലേക്ക് ചെലുത്തുകയും ഇഞ്ചെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സക്സസ് റേറ്റ് എന്നുള്ളത് നമ്മളിപ്പോൾ 35 എന്ന് പറഞ്ഞാൽ ഈ 35 എന്നുള്ളത് 50-ന് മുകളിലേക്ക്, 50-60 ഇടയ്ക്ക് ഇതിൻ്റെ റേഷ്യോ കൂടും എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരിൽ ഒരാൾക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ 3 പേരിൽ ഒരാൾക്ക്, ഇതിൻ്റെ റേഷ്യോ 2 പേരിൽ ഒരാൾക്ക് സംഭവിക്കും അല്ലെങ്കിൽ കുഞ്ഞുണ്ടാവും എന്നുള്ള തരത്തിലേക്ക് മാറും എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇതിൻ്റെ പേര് കൺസീവബിൾ ലൈഫ് എന്നാണ് ഈ സ്റ്റാർട്ടപ്പ് സ്ഥാപനത്തിൻ്റെ പേര് തന്നെ. അപ്പോൾ അവരവകാശപ്പെടുന്നത് ഇതാണ്. അപ്പോൾ ഇതിപ്പോൾ സംഭവിച്ച കാര്യം, ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം, അത് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത്തരത്തിലാണ് നമുക്കത് സങ്കല്പം. നമ്മൾ പണ്ടൊക്കെ വിചാരിച്ച് നമ്മൾ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം അല്ലേ. പക്ഷേ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഗർഭപാത്രം പുറത്ത് വെച്ച് അല്ലെങ്കിൽ ഗർഭപാത്രം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി അതിനകത്ത് നമ്മുടെ ഹ്യൂമൻ എഗ്ഗും അല്ലെങ്കിൽ സ്പെർം കടത്തി ഒരു കുഞ്ഞുണ്ടാക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. പല നാടുകളിലും അത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിന് സർക്കാർ അനുമതി കൊടുത്തിട്ടില്ല ഇത് പുറത്ത് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹ്യൂമൻ നമ്മൾ മൃഗങ്ങളെയൊക്കെ പരിപാലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മൃഗങ്ങളെ ഉണ്ടാക്കാനുള്ള പരീക്ഷണങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വിദൂര ഭാവിയിൽ ഈ അമ്മ എന്നുള്ള സങ്കല്പം ചിലപ്പോൾ ഉടച്ചു വാർക്കപ്പെടും എന്നാണ് കാണാൻ കഴിയുന്നത്. ഈ 10 മാസത്തെ ഈ ഒരു കഷ്ടപ്പാട് സ്ത്രീകൾ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് പലർക്കും അത് ചിലപ്പോൾ കഷ്ടപ്പാടായിരിക്കില്ല. അവരത് ത്യാഗപൂർവ്വം അല്ലെങ്കിൽ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന ഒരവസ്ഥ കൂടിയായിരിക്കാം. പക്ഷേ എന്നാലും ഈ പുതിയ തലമുറയൊന്നും അത് ആഗ്രഹിക്കുന്നില്ല. ചില ആൾക്കാർ കല്യാണം തന്നെ വേണ്ടാന്ന് വയ്ക്കുന്നു, കുഞ്ഞ് വേണ്ടാന്ന് വയ്ക്കുന്നു. അത്തരം തലമുറകൾക്ക് ഈ നാടുകളെ സംബന്ധിച്ച് നാട്ടിന് പ്രധാന പൗരന്മാരാണ്. പൗരന്മാരില്ലാതാവുക എന്ന് പറയുന്ന കാലത്തെക്കുറിച്ച് നാടിന് ഒരു ഭരണകൂടത്തിന് സങ്കല്പിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അത്തരമൊരു കാലത്തിലേക്ക് കൂടെ പോകുന്നു ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിൻ്റെ തുടക്കമാണ് കുറിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന വിദഗ്ധരുണ്ട്. തീർച്ചയായും അതിലേക്ക് കാലം വരും. ഇനി എഗ്ഗ് സെലക്ട് ചെയ്യുന്ന കാലം വരും. ഇപ്പോൾ ഈ സ്പേമാണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന ഭാവിയിൽ എഗ്ഗ് കൂടെ സെലക്ട് ചെയ്ത് അതിലേക്ക് ഈ സ്പെർം കടത്തി വിട്ട് ഏറ്റവും മികച്ചതായിട്ടുള്ള കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാൻ, കുഞ്ഞുങ്ങളെ മുട്ട വിരിയിച്ചെടുക്കുന്ന പോലെ എഗ്ഗ് കൊടുത്ത് വിരിയിച്ചെടുക്കാൻ, കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാൻ ഈ AI-ക്ക് കഴിയും എന്നാണ് നമ്മൾ കാണേണ്ടത്. തീർച്ചയായും അത് കാണണം. ഇനി അധികം ഭാവിയൊന്നും അധികം ദൂരമൊന്നും ഈ ഭാവിയിലേക്ക് ഉണ്ടാവില്ല എന്നും കൂടെ നിങ്ങൾ മനസ്സിൽ കാണണം. കാരണം അത്രയും വേഗത്തിലാണ് നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഈ സയൻസൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈശ്വരൻ തന്നതാണ് എന്ന് പറഞ്ഞ് നമുക്ക് സ്വീകരിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് നിരാശരാവേണ്ട കാര്യമോ ഇല്ല എന്നുള്ളതാണ്. ഇനി വരും കാലങ്ങളിൽ അതിൻ്റെ വേഗത കൂടും എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഇത് നല്ലതാണോ ചീത്തയാണോ അല്ലെങ്കിൽ മോശമാണോ സമൂഹത്തിന് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ഇത്തരം വിപ്ലവകരമായ ആശയങ്ങൾ വരുമ്പോൾ എതിർക്കാൻ പലരും കാണും. എതിർത്തിട്ടുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ പുറകിലുണ്ട്. തീർച്ചയായും ഇത് കുഞ്ഞില്ല എന്ന് സങ്കടപ്പെടുന്ന ആളുകൾക്ക് വലിയ ചിലവ് വരുത്തി വയ്ക്കുന്ന വിഷയമായിട്ടും അവരതിനിറങ്ങി പുറപ്പെടുമ്പോൾ അതിൻ്റെ സക്സസ് റേഷ്യോ എന്നുള്ളത് കൂടുമ്പോൾ അത് കുറച്ചുകൂടെ ആശ്വാസകരമാകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.